നമ്മൾ നോക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടതിൽ മുഴുവനും കൊണ്ട് തല വെച്ച് പോകണ്ട. നമുക്കിവിടെ ഒരു ദീനുണ്ട്, മഹാന്മാര് കാണിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിനെ അവലംബിച്ച് മുന്നോട്ട് പോവുക, കണ്ടതിന് പിന്നാലെ പോകണ്ട. ഇനി പലരും മനുഷ്യനെ കാഫറാക്കും. അതിൽ ശൈഖന്മാര് കാഫറാക്കും, ത്വരീഖത്തേര് കാഫറാക്കും, ബിദഅത്തേര് കാഫറാക്കും. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? വളരെ ശ്രദ്ധിക്കണം. ഇനി ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണ കാലാണ് ഇനി വരാൻ പോണത്. ത്വരീഖത്തേര് മനുഷ്യന്മാരെ പേപ്പിക്കണം. എന്തുകൊണ്ട്? ചില ദിക്ർ കണ്ടാൽ മനുഷ്യന്മാർ വഞ്ചിതരാവും, അതിന്റെ പിന്നാലെ പോകും, ഖറാമത്തുകൾ കാണിക്കും. ഒരാൾ വായുവിൽ പറക്കുന്നത് കണ്ടാലും അവനെ പിൻപറ്റരുത്, അവന് ശരിയാത്തില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. നീ കള്ളത്തൊരീക്കത്തുകാര് അധികരിക്കും, കള്ള ശൈഖന്മാര് അധികരിക്കും. നിസ്കരിച്ചാൽ മനുഷ്യനെ പേപ്പിക്കുന്നവരുണ്ടാവും, നിസ്കരിക്കാതെ മനുഷ്യന്മാരെ പേപ്പിക്കുന്നവരുണ്ടാവും. രണ്ടുണ്ടാവും. നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും, നിസ്കരിക്കാത്തവരെ കൂട്ടത്തിൽ കൂടിയ ചിലപ്പോൾ പേക്കും. വളരെ സൂക്ഷിക്കണം ഇനിയുള്ള കാലഘട്ടം. ഒരു ബാല്യക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. നല്ലൊരു ബാല്യക്കാരൻ, നല്ല ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല ബാല്യക്കാരൻ പ്രേമിച്ചു. കുറച്ചു കാലം പിന്നെ ഒന്ന് നിസ്കാരം നിർത്തി. എന്തുകൊണ്ട്? ഓക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ഓൾ നിരീശ്വരവാദിയായി. അപ്പോൾ ഈ നല്ല തറവാട്ടുകാരനായ ഈ ബാല്യക്കാരൻ എന്തായി? ഒരു കാലം വരും, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു സമിഅതു മിൻ റസൂലില്ലാഹ് യകൂനു ഫി ആഖിർ സമാൻ. ആഖിർ സമാൻ ആയി കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം കാമുകിയും ഭാര്യയും കൊണ്ട് എവിടെ കിടും? നരകത്തിൽ കിടും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ആ ഹദീസ് ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസ് എന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. ഒരാളെ ഭാര്യ നരകത്തിലും ഭർത്താവിനെ കാമുകി നരകത്തിലെത്തിക്കും, കാമുകനെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വഅലമാർ നരകത്തിലെത്തിക്കും. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. നരകത്തിന്റെ വാതിൽക്കൽ വഅലമാർ വരും. فمن أطاعه قذفوه فيها. ആരെങ്കിലും فمن أطاعهم قذفوه فيها. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ അവർ കൊണ്ടുപോയി ഇവനെ നരകത്തിൽ. ഈ ഹദീസ് അൻ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. എനിക്ക് ഹദീസിന്റെ ഇജാസത്ത് എഴുതി തരാൻ വേണ്ടി മുഹദ്ദിസായ മഹാൻ എന്റേത് ബുഖാരിയിലെ ഹദീസിന് സനദ് എഴുതി തരാൻ. അപ്പോൾ ഹദീസ് മറിച്ചിട്ട് ഈ ഹദീസ് എടുത്തു. എന്നിട്ട് എനിക്ക് ഹദീസിന് ഇജാസത്ത് എഴുതി തരിക. ബുഖാരി ഈ കിതാബ് ഓതാനും ഓതിക്കൊടുക്കാനും നിനക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു എന്ന സമ്മതം തരുന്നതിന് വേണ്ടി ഹദീസ് മറിച്ചപ്പോൾ കിട്ടിയ ഹദീസ് ഇതാ എന്റെ വീട്ടിലുണ്ട്. എനിക്ക് ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുഹദ്ദിസ് എനിക്ക് ബുഖാരിയിൽ ഹദീസിന് സമ്മതം തരുമ്പോൾ ഈ ഹദീസ് ഓതി തന്നു. അൻ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹ് ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നരകത്തിന്റെ വാതിൽക്കൽ വഅലമാർ വരും. ഫമൻ അജാബഹും ഖദഫൂഹു ഫിഹാ. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ ഈ വഅലമാർ ഇവനെ നരകത്തിലിടും. കാത്തിരക്ഷിക്കട്ടെ. അതിനൊക്കെ എത്ര ഉദാഹരണമാണ്. അത് പറഞ്ഞ് മുഴുവനാണ് പറഞ്ഞ ഞങ്ങൾ പോലും ഇവിടുന്ന് പേണിട്ടു പേടിയായിട്ട് ഞാൻ പറയാതിരിക്കുക. ഈ വയലെങ്കിലും നല്ല എനിക്ക് പിരിയണല്ലോ എന്ന് വിചാരിച്ചു പറയാം. വയലന്മാര് നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കും എന്ന് നിങ്ങൾ കാരക്കുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. അതെന്താണ് നിങ്ങൾ എന്നോട് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഇതിന്റെ ഒക്കെ പുറത്ത് പോലെ നിങ്ങൾ ഒറ്റക്ക് ചോദിക്കും. എന്താ പരസ്യമായി പറഞ്ഞാൽ അത് മനുഷ്യനിപ്പോ മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാകാതെ പറയാൻ പാടില്ല, പക്ഷെ നടക്കും. فمن أجابهم قذفوه فيها. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയ ദുരന്തം വരാൻ പോവാണ്. ദുരന്തം ചതിയാണ്. 2100 കലണ്ടർ ഇറങ്ങുമോ ഭൂമിയിൽ എന്നോടൊരാൾ സ്വകാര്യമായി ചോദിച്ചാൽ ഞാൻ പറയുക സാധ്യത കുറവാണ് എന്നാണ്.
സാധ്യത കുറവാണ്. അതിനർത്ഥം സാധ്യത കുറവാണ്. 2100 മുമ്പ് ലോകാവസാനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു അഅലം, എനിക്കറിയില്ല. എന്നാൽ സാധ്യതയുണ്ട്. ഒക്കെ റസൂലുള്ള സ്പിരിച്വൽ മീനിങ്ങിൽ പറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഫിസിക്കൽ മീനിങ് ഇല്ല എന്നല്ല. ഉദാഹരണം പറയാ, ലോകാവസാനം വരുമ്പോൾ ദുഹാൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഫിസിക്കൽ ദുഹാൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് വാദമില്ല, അതിനെ നിഷേധിക്കണില്ല. പക്ഷേ സ്പിരിച്വൽ ദുഹാൻ റസൂലുള്ള കാര്യമായി ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ദുഹാൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, ദുഹാൻ എന്താണ് എൻ്റെ അർത്ഥം? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യന്മാരെ, ഒരു കാര്യം തിരിച്ചറിയാത്ത അവസ്ഥക്ക് നിങ്ങൾ എന്താ പറയാ? ആകെ ഒരു പുകമറ. ഇപ്പൊ ശരിയില്ലല്ലോ. എന്താ വിധിയ? ഒരാളെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? നല്ല നീണ്ട താടി, നീളം കുപ്പായം, എപ്പോഴും എന്താ പറയണേ? ഓന്റെ കാഴ്ചയിലും നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവൻ നിങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറിയില്ല, തിരിച്ചറിയില്ല. പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ 2 കൂട്ടരാ. എല്ലാ മാലിലും ഒരു 97% ആളുകൾ നല്ലോരും, ഒരു 3% കാരാക്കൂസുകളുണ്ട്. എന്നാലും അതിൽ ചൊറുക്കുണ്ട്. എന്ത് പറയും മനുഷ്യന്മാരെ? ഒരു 97% നല്ലോരും ഉണ്ടാവും, ഒരു 3% പള്ളിയിൽ മദർസിലൊന്നും കൂടാതെ, ജുമാക്കൊന്നും വരാതെ, പിന്നെ പെരുന്നാ പള്ളിക്ക് മാത്രം വരും, സുന്നത്തായ പള്ളിക്ക്. മനസ്സിലല്ലേ? എന്നാലും അൽഹംദുലില്ലാ, ഒരു നല്ലൊരു കൂട്ടത്തിൽ കൂടാതിരിക്കലും അൽഹംദുലില്ലാ. ഒരു മരിച്ചാ സ്വർഗം കിട്ടാൻ നമുക്ക് ദ്വാരക്കാം. എന്നാലും നമ്മൾ ഇപ്പൊ ഒരു ഉപകാരം വഴി നമുക്ക് ചെയ്തു. എന്തുകൊണ്ട്? എന്തൊരു കൗമാണ് ഇവര്! രാത്രി കള്ളുടിക്കൂല, ഇവര് പലിശക്ക് കൊടുക്കൂല, വാങ്ങൂല. ഇവര് അങ്ങനത്തെ ബാങ്കും കാര്യം ഒന്നും ഇവർക്ക് ബന്ധമില്ല. നിങ്ങളിന്റെ കൂടെ അല്ലേ? അപ്പൊ ഇവര് ഈ 97% കള്ളു കുടിക്കൂല, നല്ല പലിശല്ല, ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യൂല. 3% കള്ളുടിയുണ്ട്, സിനിമക്ക് പോവും, കള്ളുടിക്കും, പലിശക്ക് പൈസ കൊടുക്കും, വാങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു 3 കാരാക്കൂസ് കമ്പനി. ഇവർക്ക് വേണ്ടി പടച്ചോൾക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് ദ്വാരക്കി മനുഷ്യന്മാരെ. എന്തെങ്കിലും എന്നെ മൂത്ത് പോയി പേടിപ്പിക്കണേ? ആ 3% അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് ദ്വാരക്കി മനുഷ്യന്മാരെ. എന്തുകൊണ്ട്? അവര് നമുക്കൊരു ഉപകാരം ചെയ്തെന്നു. എന്ത്? അവര് നല്ലൊരു കൂട്ടത്തില് ചേർന്നില്ല. അപ്പൊ നമുക്ക് നല്ലവരെയും മോശപ്പെട്ടവരെയും വേറിട്ട് മനസ്സിലായി. ഇന്ന് നല്ലോരെന്നെയാണ് മോശപ്പെട്ടവരെന്നെയാണ് നല്ലോര്. ഇന്നെന്താ ദിവസം? ഞായർ, ഇന്നലെ ശനി, മിഞ്ഞാന്ന് വെള്ളി. വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിൽ ദിവ്യാനുരാഗ പ്രകീർത്തനം എന്നൊരു പ്രഭാഷണം, അതൊക്കെ അറിയാലോ. അതിലെ 220ാമത്തെ പ്രഭാഷണം മിഞ്ഞാന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നു. എന്നോട് പറഞ്ഞു, സാറേ ഒരു രഹസ്യങ്ങളോട് പറയാണ്ട്, ഇനിയിപ്പോ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളോട് പറയാണ്. എന്തേന്ന് ചോദിച്ചു. എനിക്ക് ചില പള്ളി ഇമാമിങ്ങളെ അറിയും, അവർ നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞു. പള്ളിയിലെ ഇമാമ് ഖത്തീബന്മാർ നിരീശ്വരവാദിയാണ്. എനിക്കറിയാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയലിൽ കേൾക്കുന്നു നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തോന്നിയോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതെ, പക്ഷെ ഇത് വ്യക്തമായി പറയാണ്, അല്ല, അസ്കറിന്റെ വാദം മാത്രല്ല ഞങ്ങൾ കാര്യം പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി എത്തിപ്പോവുക. ഒരു പണിയെടുക്കും, അവരെ കൽബിൽ ആരില്ല, അല്ലാഹ് വിശ്വാസമല്ല. ഒരു പഠിച്ച തൊഴിലാണ്, അപ്പോൾ കുത്തുപോടും, അവർക്ക് അല്ലാഹ് വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം നിലക്കെ പറയാം. ഇതൊരാൾ ഓടി വന്നിട്ട് നമ്മളോട് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ആളെ ഞാൻ അറിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എനിക്കറിയാം ചില പള്ളി ഇമാമിങ്ങൾ, നിരീശ്വരവാദികളായ പള്ളി ഇമാമികളെ എനിക്കറിയാം. അപ്പൊ ഇവര് ആ മഹലിൽ തുടർന്ന് നിസ്കരിക്കണം. ആരെ തുടരുക? കാഫിറിനെ. ഖത്തീബാര കാഫിർ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
പള്ളി കമ്മിറ്റിയിൽ കാഫറുള്ള എനിക്കറിയാം. നിങ്ങൾ എന്തിനാണ് പേടിച്ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا. രാവിലെ മുഅ്മിനായാൽ വൈകുന്നേരം കാഫിറാവും, വൈകുന്നേരം മുഅ്മിനായാൽ രാവിലെ കാഫിറാവും. ഇതൊക്കെ ഇനിയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് അല്ലാഹുവിനെ വേണോ വേണ്ടേ? നമുക്ക് റബ്ബിനെ വേണോ വേണ്ടേ? നമുക്ക് മുഅ്മിനായി ജീവിക്കണ്ടേ? നമുക്ക് മുഅ്മിനായി മരിക്കണ്ടേ? അതിന് സിറാത്തൽ ലദീന, അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ മാർഗത്തിൽ പോവുക. ആ വഴിയിൽ ഇങ്ങനെ പോവുക, ഒറ്റ പോക്കാട് പോവുക. എന്താ കണ്ണിയെത്തിയത് അത് നമ്മളും ചെയ്യാം. എന്താ ശംസുല്ലമ ചെയ്തത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെ അവർ ഉറച്ചത്. എന്താ ബാഫൊക്കെ തങ്ങൾ പൂക്ക തങ്ങൾ ചെയ്ത അവരൊക്കെ മേശന്റെ താല് പോലത്തെ സാധനങ്ങളാണ് ഈ നാലാളും. മലയാളക്കരക്ക് 20-ാം നൂറ്റാണ്ടിൽ അള്ളാഹു തന്ന മാണിക്കക്കല്ലുകളാ 4 മനുഷ്യന്മാർ, 2 സയ്യിദന്മാരും 2 അലിമീങ്ങളും. ബാക്കിയുള്ളവരൊക്കെ അല്ലവരായിരുന്നു. അതിന്റെ പുറമെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ഉമ്മത്തിനെ സ്വാധീനിച്ച നേതാക്കന്മാരാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? മനസ്സിലായി എന്താണ് ബാഫൊക്കെ തങ്ങൾ ചെയ്തത്? ചെയ്യാ. എന്താ പൂക്ക തങ്ങൾ അവൻ ചെയ്യാ. അതിന്റെ ഒറിജിനാലിറ്റി ഒപ്പം നിന്ന് കൊടുക്കുക. അതിൽ ഒരു ചതി നമ്മൾ ചതിക്കണ്ട. ആര് വെച്ചാൽ നമ്മൾ പഠിക്കണ്ട, നമ്മൾ ചതിക്കാൻ നടക്കണ്ട. നമ്മൾ അതിന്റെ ഒറിജിനാലിറ്റിന്റെ ഒപ്പം പോവാ. മനസ്സിലായില്ലേ? മലയാളക്കരക്ക് അല്ലാഹു ഒരു 4 ഈ 4 എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിർറ. വേദം 4, ഏടുകളും 4, ഇമാമിങ്ങളും 4, ഖുലഫാക്കൾ 4, അഖ്താബ് 4. 4 അല്ലാഹുവിന്റെ രഹസ്യ. അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മനസ്സിലായില്ലേ? അല്ലാഹു എന്നതിലെ ഹർഫുകൾ 4. മുഹമ്മദ് എന്ന ഇസ്മ ഖുർആനിൽ പറഞ്ഞത് 4. പിന്നെ റസൂലുള്ളാഹിക്ക് ഒരു വേറൊരു പേരുള്ളത് അഹ്മദ, അതിലെ ഹർഫുകളും 4. റസൂലുള്ളാഹിനെ പറ്റി ഓമന പേര് പറഞ്ഞ റഹ്മത്ത, അതിലെ അക്ഷരം ഇങ്ങോട്ട് പറയും മനുഷ്യന്മാരെ. 4 അല്ലാഹുവിന്റെ രഹസ്യ. ചിന്തിക്ക്. 4 അല്ലാഹുവിന്റെ രഹസ്യ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. വർക്കപ്പറ അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. എന്ത് പറയാൻ വേണ്ടി നമ്മൾ പിന്നെ 4ന്റെ കാര്യം പറഞ്ഞേ? ഇത് കാര്യം പറയാനാണ്. അതായത് നമുക്ക് 4 ആളുകൾ അല്ലാഹു തആല തന്നു. മേശയുടെ കാല് പോലെ 2 ആലിമീങ്ങൾ, 2 സയ്യിദന്മാർ, 2 പൂവന്നെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പട് പോവാ. നമ്മൾ അവരാരാണ് ദീനിന്റെ മാർഗത്തിൽ നിറകുടികളായി നിന്നിരുന്ന ആളുകളാ. അവരെപ്പോഴും തന്നെ. അപ്പൊ അതുകൊണ്ട് ഉറച്ചു നിൽക്കുക. അഹ്ലുസ് സുന്നയുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായാലും അത് ദീനിനെ ബാധിക്കരുത്. ദീനെന്തായാലും രാഷ്ട്രീയത്തിൽ യോജിക്കുക എന്ന ഇന്നത്തെ മുദ്രാവാക്യം ദജ്ജാലിയൻ മുദ്രാവാക്യമാണ്. അത് ദജ്ജാലിന്റെ മുദ്രാവാക്യമാണ്. അത് മുഅ്മിനിന്റെ മുദ്രാവാക്യമല്ല. മുഅ്മിൻ എന്താ പറയേണ്ടത്? രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോരുത്തർക്ക് എന്തായാലും ദീനിനെതിരാകരുതേ ഉള്ളൂ. മതം ഒന്നാവുക, ഇസ്ലാമിന്റെ അടിത്തറയിൽ ഒന്നായി നിലകൊള്ളുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അടിത്തറയിൽ ഓരോരുത്തരും നിലകൊള്ളണമെന്ന് വളരെ താഴ്മയോടുകൂടെ പറഞ്ഞുകൊണ്ടും